ഇത് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോകുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശികൾ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. ആദിച്ചനല്ലൂർ വെളിച്ചിക്കാലയിലെ ലൂക്കോസിന്റെ വീട്ടിൽ നിന്നും രാജ്കുമാറാണ് ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. രാജ്കുമാർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഏറെ വേദനാജനകമായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാം. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. അതിൻ്റെ നടപടികളും വിവരങ്ങളും ഒക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്രിയ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലൂക്കോസിൻ്റെയും സാജൻ ജോർജിൻ്റെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നലെ ഷമീറിൻ്റെയും സുമേഷിൻ്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇന്ന് ഇവരുടെയാണ് നടത്താൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രിയ സൂചിപ്പിച്ചതുപോലെ ലൂക്കോസിൻ്റെ വസതിയിലാണ്. ആദിച്ചനല്ലൂർ വെളിച്ചിക്കാലയിലുള്ള ലൂക്കോസിൻ്റെ വസതി. ഇവിടെ ഇപ്പോൾ ലൂക്കോസിൻ്റെ ഭാര്യ ഷൈനിയുടെ പിതാവ്. ഇന്ന് ഈ ചടങ്ങുകളൊക്കെ എത്ര മണിക്കാണ്, എങ്ങനെയാണ് ഇതിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? 8 മണിക്ക് ബോഡി ഇവിടെ എത്തും. തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കും. അല്പസമയം ഭവനത്തിനകത്ത് വയ്ക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് പുറത്തിറക്കി അനന്തര ശുശ്രൂഷ ആരംഭിക്കും. ഒരു 11 മണിയോടുകൂടെ 11:30 മണിയോടുകൂടെ. ഇന്നിപ്പോൾ അവിടുന്ന് ഇപ്പോൾ എന്നെ വിളിച്ചത് ബോഡി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്രയും സമയം വയ്ക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ സമയം ചുരുക്കി എത്രയും പെട്ടെന്ന് ശുശ്രൂഷ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എവിടെയാണ് സംസ്കരിക്കുന്നത്? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പുയ്യപ്പള്ളി ഉള്ള സെമിത്തേരിയിലാണ്. ബന്ധുക്കളെല്ലാവരും വന്നല്ലോ? ബന്ധുക്കളെല്ലാം ഈ ദിവസങ്ങളിലായിട്ടെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെ, മിക്കവാറും പേരുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. എൻ്റെ മകൻ ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഒരു അല്പസമയത്തിനകം എത്തിച്ചേരും. അവിടെ നേരെ മൂത്ത ആങ്ങള ഒരു കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. ലൂക്കോസിൻ്റെ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു? അദ്ദേഹം എങ്ങനെയൊക്കെയായിരുന്നു കുടുംബമൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം? കുടുംബത്തെ നന്നായി സ്നേഹിക്കുകയും നല്ല ഒരു എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളുടെ ഭാവിയെ വളരെ ആഴമായി ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് കരുതുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പം തന്നെ മോളുടെ പഠിത്തത്തിന് വേണ്ടി ഒത്തിരി എന്താ പറയുക ടെൻഷനായിരുന്നു. ഇവിടെ അഡ്മിഷൻ കിട്ടും, ഇവിടെ പോകണം, നല്ല സ്കൂളിൽ കിട്ടണം, നല്ല കോളേജിൽ കിട്ടണം. പുറത്തോട്ടുള്ള ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ പല ചിന്തകളുണ്ടായിരുന്നു. അപ്പോൾ നല്ല കോളേജിൽ കിട്ടണം, ഒക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന അപ്പോൾ കിട്ടണം. അങ്ങനെ ഒത്തിരി ടെൻഷനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ധാരാളം കോളേജുണ്ട്, നമുക്ക് എവിടെയെങ്കിലും കിട്ടും. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒത്തിരി ഭാരപ്പെടേണ്ട, ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കാം. അതെല്ലാം അപ്പോൾ നല്ല കോളേജ് നമുക്ക് കിട്ടണം. നമുക്ക് നല്ല കോളേജ് കിട്ടും, താമസിക്കാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മോനേൻ്റെ കാര്യങ്ങളവിടെ നമ്മൾ ചെയ്യും, ഇവിടെ മോള് ചെയ്യും. അങ്ങനെ അവസാനം എപ്പോഴാണ് അദ്ദേഹം വന്നു പോയത്? കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്നു, ജൂലൈ അവസാനം. ഇനി എപ്പം വരാനായിരുന്നു പ്ലാൻ? അടുത്ത മാസം. ഈ മകളുടെ ഇതിന് വേണ്ടി അഡ്മിഷൻ ഈ മാസം വരാനിരുന്നതാണ്. ഈ മാസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഡ്മിഷൻ്റെ ഒരു ലെവലിലെത്തുമ്പോൾ അവളെ കൊണ്ടുവന്ന് അഡ്മിഷൻ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ചേർത്ത് അങ്ങനെ ഒരു കാര്യം ക്രമീകരിക്കാൻ വേണ്ടി കൂടാണ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത മാസത്തേക്ക് ആക്കിയത്. പക്ഷെ അതിങ്ങനെ ദുരന്തത്തിലേക്കായിരിക്കുമെന്ന് ഞങ്ങളാരും കരുതിയില്ല. പക്ഷേ ലഭിച്ച ലീവിന് നാട്ടിലെത്തിയിരുന്നെങ്കിൽ നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്നത്, ദൈവമാണല്ലോ. ലീവ് നേരത്തെ കിട്ടുമായിരുന്നു? എങ്ങനെയായിരുന്നു? ഈ മാസം കിട്ടുമായിരുന്നു. ലീവ് ഓൾറെഡി ലീവ് സാങ്ഷൻഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു കാരണത്താലാണ് ഒന്നുകൂടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തത്തിൽ അദ്ദേഹം പെടില്ലായിരുന്നതാണ് മാനുഷികമായി ചിന്തിക്കുന്നു. ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയൊന്നും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മരണം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഞാൻ തന്നെ ഒരുപാട് മരണവീടുകളിൽ പോയി ആശ്വാസം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊരു 3-4 വീട്ടിൽ. പ്രിയ, ഇതിപ്പോൾ ലൂക്കോസിൻ്റെ വിശേഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അതേസമയം സാജൻ ജോർജ്, പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജിൻ്റെ മൃതശരീരവും ഇതുപോലെ മോർച്ചറി ഇതിൽ ഫ്രീസറിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് അവിടെയും 12 മണിയോടുകൂടി ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അദ്ദേഹത്തിൻ്റെ സഹോദരി ഓസ്ട്രേലിയയിലായിരുന്നു. അവർ ഇന്നെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർന്ന് ഈ സമയത്തേക്ക് സംസ്കാരം നടക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. 2 സംസ്കാരങ്ങളും ഒരേ സമയത്ത് നടക്കാനാണ് സാധ്യത. പ്രിയ രാജ്കുമാർ, ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് പൊതുദർശനവും ഉണ്ടാകുമല്ലോ. അതിൻ്റെ കാര്യങ്ങളും നടപടികളുമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ലൂക്കോസിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞു. ശ്രീ സാജൻ ജോർജിൻ്റെ വീട്ടിലെ നടപടികൾ, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? മാർത്തോമ സഭാവിശ്വാസികളാണ് ഈ സാജൻ ജോർജ്. അദ്ദേഹം 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ നിന്ന് ഈ കമ്പനിയിലേക്ക് ജോലി. അതിന് മുമ്പ് ഒരു കോളേജിൽ പ്രൊഫസറായിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. പിന്നീട് കെമിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. അങ്ങനെയാണ് ഈ കമ്പനിയിലേക്ക് അദ്ദേഹം ജോലി തേടി പോകുന്നതും. അവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ കമ്പനി ഉടമകൾ എന്നാണ് ഈ വീട്ടുകാരൊക്കെ പറയുന്നത്. അവർക്കും ദുഃഖം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. 1.5 മാസമായി. കഴിഞ്ഞ മാസമാണ് 1 മാസത്തെ ശമ്പളം പപ്പായ്ക്ക് അയച്ചു കൊടുത്തത് ഈ സാജൻ ജോർജ്. അതൊക്കെയാണ് അവർക്ക് താങ്ങാനൊക്കാത്തത്. ഇവരുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാജൻ ഈ പറയുന്ന കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിച്ചത്. അദ്ദേഹം ഇവിടെ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇതിപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൃതദേഹം അവിടെ സ്വകാര്യ ആശുപത്രിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അത് പുറത്ത് കൊണ്ടുവരുന്നതിനും പൊതുദർശനത്തിന് വെക്കുന്നതിനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചു. ഇന്ന് ഈ 12 മണിയോടുകൂടി അവിടുത്തെ മാർത്തോമ സഭയുടെ തന്നെ ഇതിലായിരിക്കും, സെമിത്തേരിയിലായിരിക്കും ഇതിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കരിക്കുക. ശരി രാജ്കുമാർ, കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട, കൊല്ലം സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാൻ പോവുകയാണ്. മലയാളികളായ 4 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് സുജുവും കൊല്ലത്ത് നിന്ന് രാജ്കുമാറും നൽകുന്നത്.